വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 427, അതായത് ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഫ്ലവേഴ്സ് പ്രൊമോസ് എന്ന ചാനലിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോകും. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ രാംകുമാറും കേശുവും പാടെ പുറത്തിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടിട്ട് ലച്ച് ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു അത്രയും നേരം എന്ന രീതിക്ക് കേശുവിനോട് ചോദിക്കുന്നുണ്ട്. കേശു രാംകുമാറും പാടെ എവിടെയൊക്കെ പോയിട്ട് വരികയായിരിക്കും. അപ്പോൾ കേശു അതിന് ആൻസർ പറയും, അത് അങ്കിളുടെ ഓഫീസിൽ ആരോ വർക്ക് ചെയ്യുന്ന അതൊരു ആൻറ്റിയെ കണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന രീതിക്ക് കേശു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ഹൈമോദിയുടെ ക്ലോസപ്പാണ് കാണിക്കുന്നത്. ഹൈമോദി അങ്ങനെ ആകെ കൺഫ്യൂസ് ആയിട്ടും ദേഷ്യത്തോടും ഇങ്ങനെ നോക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ രാംകുമാർ ഹൈമോദിയോട് പറയുന്ന പോലെ കാണിക്കുന്നുണ്ട്, അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാണ് എന്ന രീതിക്ക്. അപ്പോൾ ഹൈമോദി അവളോ എന്ന രീതിക്ക് ഇങ്ങനെ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ കേശു അവിടെ തന്നെ നിന്നിട്ട് ഹൈമ വൈഗ എന്ന രീതിക്ക് അത് തിരിച്ചു മറിച്ചും പറയുന്നുണ്ട്, ആ രണ്ട് പേരുകളും. ഇത് കേശു ഇങ്ങനെ പറയുന്നത് കണ്ടിട്ട് ശിവാനിയും ലച്ചുവും കേശുവിനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ കേശു വീണ്ടും കുറേ സത്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കേശു ഹൈമോദിയോട് പറയുന്നുണ്ട്, അങ്കിളും ആൻറ്റിയും കൂടെ ക്യാപ്പിച്ചീനോ കുടിച്ചു എന്ന രീതിക്ക്. അപ്പോൾ ഹൈമോദി ക്യാപ്പിച്ചീനോ എന്ന രീതിക്ക് സ്ലോ മോഷനിൽ പറയുമ്പോൾ കേശു രാംകുമാർ നോക്കി പറയുന്നുണ്ട്, അങ്കിളല്ലേ പറഞ്ഞു ആൻറ്റിക്ക് ക്യാപ്പിച്ചീനോ ഭയങ്കര ഇഷ്ടമാണ് എന്ന രീതിക്ക്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രാംകുമാർ ഒരു നിസ്സഹായ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ഹൈമോദിയുടെ മുന്നിൽ. അങ്ങനെ അവസാനം ലച്ചു കേശുവിനെ തനിച്ച് വിളിച്ചിട്ട് പോയിട്ട് കേശുവിനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഇനി നീ വായു തുറന്നാൽ നിൻ്റെ പല്ലടിച്ച് താഴെ ഇടും എന്ന രീതിക്ക് ഭയങ്കര ദേഷ്യത്തോടെ ലച്ചു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് കേശു കൺഫ്യൂസ് ആയിട്ട് പറയുന്നുണ്ട്, പറയാൻ പാടില്ലായിരുന്നു ഇല്ലേ എന്ന രീതിക്ക്. അങ്ങനെ പ്രോമോൻ്റെ അവസാനം ഹൈമോദി ദേഷ്യത്തോടെ ആ ഒരു ഹാളിൽ നിന്നിട്ട് ചെയറൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്ന രീതിക്ക് പോകുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. പിന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ഇത് തന്നെയാണ്. കേശുവിനെയും വിളിച്ചുകൊണ്ട് രാംകുമാർ തൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ വൈഗ എന്നൊരു ക്യാരക്ടർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, രാംകുമാറിൻ്റെ കസിൻ എന്ന രീതിക്ക്. അപ്പോൾ അവരുമായിട്ട് ക്യാപ്പിച്ചിനോ കുടിച്ചതും അവരോട് സംസാരിച്ചതൊക്കെ കേശു ഒരു സുപ്രഭാതത്തിൽ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഹൈമോദി ടെൻഷനാവുന്നതും കേശു ഇത് പറഞ്ഞതിൽ ലച്ചു കേശുവിനോട് ടെൻഷനാവുന്നതും, അങ്ങനെ ഹൈമോദി രാംകുമാർ തമ്മിലുള്ള വഴക്കാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് വരാൻ പോകുന്നത്. പിന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റും ഹൈമോദി രാംകുമാറും അവരുടെ മേലിലാണ് ട്രാവൽ ആകുന്നത്. മാത്രമല്ല, ഇന്ന് ആർട്ടിസ്റ്റുകൾ ഇന്നലത്തേക്കാളും കുറവായി പോലെ നമുക്ക് ഫീൽ ഉണ്ട്. പ്രോമോയിൽ നിന്ന് പാറമട വീട് തന്നെ കാണിച്ചിട്ടില്ല, വെറും രാംകുമാറുടെ വീട് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രോമോയിൽ കാണിച്ചിരിക്കുന്ന ക്യാരക്ടർ ആകെ വെറും 5 പേരാണ്. അതായത് രാംകുമാറും ഹൈമോദിയും ലച്ചും ശിവാനിയും കേശുവും, ഇവർ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ മാത്രമുള്ള ഒരു എപ്പിസോഡായിരിക്കും. കാരണം ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അവസാനമൊന്നും നീലും ബാലു ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവർക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ശങ്കരനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രോമോയിൽ ശങ്കരനെയും കാണാനില്ല. അതായത് കഴിഞ്ഞ 2 എപ്പിസോഡ് അത്രത്തോളം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന രീതിക്കാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. എനിക്ക് അത്രത്തോളം, അതായത് അതിന് മുമ്പത്തെ എപ്പിസോഡുകളിൽ അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതായത് ഈ ഒരു എപ്പിസോഡും ആ ഒരു കണത്തിൽ തന്നെ പെടുമെന്നാണ് തോന്നുന്നത്. കാരണം പ്രോമോയിൽ നിന്ന് തന്നെ വലിയ കണ്ടന്റ് ഒന്നുമില്ല, ഒരു യൂഷ്വൽ കണ്ടന്റ്, ഹൈമോദി രാംകുമാറുടെയും ഒരു ആവശ്യമില്ലാത്ത വഴക്ക് എന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു കണ്ടന്റും പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ബാലു നീലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിടവ് പ്രത്യേകിച്ച് അറിയുന്നതുമായിരിക്കും. അതായത്